പരിശുദ്ധനേ
അവൻ മുമ്പോട്ട് ഓടി. അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. കർത്താവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവൻ മുമ്പോട്ടോടും. പുറകോട്ടല്ല ഓടുന്നത്, മുമ്പോട്ടോടും. അതിന്റെ സൈനായിരുന്നു. ഹല്ലേലൂയ. ഇത്തിരി മഴയായിരിക്കുമ്പോൾ വളരെ ലേറ്റായിട്ടൊക്കെ വന്ന ഇഷ്ടംപോലെ പേരുണ്ട്. അതുപോലെ അത് മഴ നനഞ്ഞിരിക്കുക. കർത്താവിന് വേണ്ടി എന്തെങ്കിലും സഹിച്ചാൽ കർത്താവ് നിനക്ക് നിന്റെ കണ്ണ് നിറയിക്കുന്ന രീതിയിൽ കർത്താവ് ചില നിന്റെ പാടകിനെ നിറയ്ക്കും. മനുഷ്യന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നീ സഹിച്ചാലുണ്ടല്ലോ, മനുഷ്യൻ മറന്നുപോകും. ഇത്ര നല്ല ഓർമ്മയുള്ള ഒരു ദൈവം വേറെ ഇല്ല. ജീസസ്. ഹല്ലേലൂയ. കാട്ടത്തിന്മേൽ കയറി യേശുവിനെ കാണാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക്, ജീവിതത്തിന്റെ അകത്ത് പ്രാർത്ഥനയ്ക്ക് ഒരു സ്വാതന്ത്ര്യമില്ല. ഒന്ന് ഉറക്കെ പ്രാർത്ഥിച്ചാൽ നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന സമൂഹത്തിന്റെ അകത്ത് വല്ലാതെയായി കുടുങ്ങിക്കിടക്കുക. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ നിലവിളിക്കുന്നത് മനുഷ്യന് മനസ്സിലാകത്തില്ല. നിന്നെ സൃഷ്ടിച്ച ദൈവ നിന്റെ വിഷയത്തിന്റെ അകത്ത് മറുപടി തരുവാൻ ശക്തനാണ്. രാത്രി ആവുമ്പോഴൊന്നും ഉറക്കമില്ല, കണ്ണു തുറന്ന് കിടക്കുക. എന്തിനാ ഇങ്ങനൊരു ജന്മം? എന്നെ എന്തിനാ ഈ ഭൂമിയിലേക്ക് വിട്ടത്? ഇതൊക്കെയാണ് ഈ ദൈവത്തോട് ചോദിക്കുന്നത്. ഇയ്യോബിന് ഒരു നഷ്ടം ഉണ്ടായി, വേദന ഉണ്ടായി, ഞെരുക്കം ഉണ്ടായി, പ്രയാസം ഉണ്ടായി. എന്നിട്ടാ ഇരട്ടി പങ്കാരും മടക്കി കൊടുത്തേ. എല്ലാം നഷ്ടമായി. അതാ നിങ്ങളുടെ അവസ്ഥ. ദൈവത്തിന്റെ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു, ആന്റി, ഓരോന്നിനെ ആയിട്ട് സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു കളയുമ്പോ ഭാരപ്പെടേണ്ട. ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട ദൈവം വരുന്ന സീസണിൽ നിനക്ക് വേണ്ടി വെളിപ്പെടും. നിനക്ക് യേശുവിനെ കാണുമെങ്കിൽ മുമ്പോട്ട് ഓടണം. നീ വീട്ടിൽ ഇരുന്നാൽ യേശുവിനെ കാണാൻ പറ്റുമോ? പറ്റും. ദൈവ സാന്നിധ്യത്തിൽ നീ വീട്ടിൽ ഇരുന്ന അതിനേക്കാളും വലിയ ഒരു അത്ഭുതം ഇല്ല. ദൈവ സാന്നിധ്യത്തിലായിരിക്കണം, നിറയണം. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ കളയും. ഇതിന് വെള്ളം വെച്ചിട്ടുണ്ട് അല്ലേ? ഈ ഗ്ലാസ്സിൽ പകുതിയോളം വെള്ളം ഉള്ളൂ. ഞാൻ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചാൽ ഇതിന്റെ പരിധി കഴിയുമ്പോൾ അത് കളയും. പരിധി കഴിയുമ്പോ അത് കളയും. മനസ്സിലായോ? ഒരു വ്യക്തിയെ ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെ നിറഞ്ഞെന്നറിയാം. ആ വ്യക്തിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ ആ വ്യക്തിയിൽ നിന്ന് ആത്മാവിന്റെ ഫലങ്ങൾ പുറത്തു വരാൻ തുടങ്ങും. അവർക്ക് സുവിശേഷം പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നും. ഈ ദൈവത്തിന്റെ ആത്മാവ് അവരെ ലിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കുടുംബ കാര്യങ്ങളെക്കാൾ കൂടുതൽ ദൈവ കാര്യത്തിന് അവർക്ക് പ്രിഫറൻസ് കൊടുക്കാൻ തോന്നിക്കൊണ്ടേയിരിക്കും. അതാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞാലുള്ള പ്രത്യേകത. ആ വ്യക്തിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നും. നമ്മുടെ വിഷയം പെൻഡിങ് ആണെന്ന് പുറകെ കിടക്കുക. അതൊന്നും കാര്യമില്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇങ്ങനെയൊക്കെ നിന്റെ ജീവിതത്തിന്റെ സൈൻ വന്നാൽ നിനക്ക് മനസ്സിലാക്കാൻ കഴിയും, പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിറയപ്പെട്ടു കഴിഞ്ഞു. ഈ പരിശുദ്ധാത്മാവ് എന്നെ അടുത്ത ലെവലിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. ദാവീദിന് വാഗ്ദത്തം ഉണ്ടായിരുന്നു. രഞ്ജു സിസ്റ്ററിന്റെ ഭർത്താവിനോട്, ഹസ്ബൻഡിനോട് ഞാൻ പറയുന്നത്, ദാവീദിന് വാഗ്ദത്തം ഉണ്ടായിരുന്നു. ദാവീദ് എവിടെയാ കിടന്നേ? കാട്ടിന്റെ അകത്താ. വാഗ്ദത്തമുള്ളവൻ നാട്ടിൽ ജീവിക്കേണ്ടതല്ലേ? എന്തിനവനെ കാട്ടിൽ പറഞ്ഞു വിട്ടു? എല്ലാവരും ഉപേക്ഷിച്ചു കളഞ്ഞു, എല്ലാവരും ഒറ്റപ്പെടുത്തി കളഞ്ഞു. ഒരു നന്മ വെളിപ്പെടുമെന്ന സമയമായപ്പോ പലരും നിന്നെ കൈവിട്ടു മാറികൊണ്ട് നിന്റെ ഉള്ളിൽ നിങ്ങളുടെ സഹോദരന്മാരടക്കം നീ കരഞ്ഞുകൊണ്ടാണ് ഇതിന്റെ അകത്തായിരുന്നു. ഹൃദയം വിഷം. നിന്റെ ഹൃദയം ഞാൻ കാണുന്നത് ഫുള്ളും രക്തപ്പാടുകൾ മാത്രമേ ഉള്ളൂ. ഇന്ന് ശരിയാകും, നാളെ ശരിയാകും, അല്ലെങ്കിൽ മറ്റന്നാൾ ശരിയാകുമായിരിക്കും അല്ലേ? പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നു. ഞാൻ പറയുന്നത് ശരിയല്ലേ? നിങ്ങളുടെ ആത്മമണ്ഡലോ? ഞാൻ പറഞ്ഞു ആത്മമണ്ഡലോ കാണുന്നേ. യെസ്, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, ദാവീദിന് ഒരു കിരീടം വയ്ക്കുവാൻ, അപ്പന് പദ്ധതി ഉണ്ടെങ്കിൽ നിന്റെ സാഹചര്യം അപ്പന് വിഷയമല്ല. ശമൂവേൽ പ്രവാചകൻ വരും. എവിടെ കൂടെ ഇങ്ങനെ വരും? ശമൂവേൽ പ്രവാചകനോട് ദൈവം പറയും, ഒരു ദാവീദ് കാട്ടിൽ കിടപ്പുണ്ട്, അവന് വേണ്ടി പോ. ഞാൻ പോകുന്നില്ല, ശമൂവേൽ എന്നെ കൊല്ലും. അതിന്റെ അകത്ത് സാഹചര്യം പ്രതികൂലമാ. പക്ഷേ ദൈവം വാഗ്ദത്തമുള്ളവന് വേണ്ടി ദൈവം പ്ലാൻ തയ്യാറാക്കും. എങ്ങനെയെന്നറിയാവോ? ഒരു പശു കിടാവിനെ ഞാൻ നിനക്ക് തരാം, നീ യാഗം കഴിക്കാൻ പോണം. ദൈവം പറഞ്ഞു കൊടുക്കുക. എന്ത് സർവശക്തനായ ദൈവം! നീ ഒന്ന് ആലോചിച്ച് നോക്കുക. കർത്താവ് പറഞ്ഞു കൊടുക്കുക. സർവശക്തനായ ദൈവം പറഞ്ഞു, നീ പറയണം
ഇഷായിയുടെ കുടുംബമുണ്ട്, അവരെ കൂടെ നീ ഒന്ന് ചേർത്ത് പിടിക്കണം. ദാവീദിന്റെ വേരായവനായ യേശു ക്രിസ്തു. ആർക്കും വേണ്ടാത്തവൻ കാട്ടിൽ കിടന്നവന്റെ ആ വംശാവലിയുടെ അകത്ത് യേശു പിറന്നെന്ന്. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ അപ്പന് കഴിയും. ശമൂവേൽ പോകത്തില്ലെന്ന് പറഞ്ഞപ്പോ ഒരു പ്ലാൻ തയ്യാറാക്കി വിട്ടത് ദൈവം തന്നെയാ. ഞാൻ പറയാം, വാഗ്ദത്തമുള്ളവന് വേണ്ടി ദൈവം പ്ലാൻ തയ്യാറാക്കും. ഒരുവ പോകൂലെന്ന് പറഞ്ഞ് അടുത്തവനെ അയക്കും. കാരണം അപ്പന്റെ പദ്ധതിയാണ്. അവിടെ കിടന്ന് നിലവിളിക്കുവാൻ, അവിടെ കിടന്ന് നിലവിളിക്കുവാൻ അവനെയും അവളെ വിട്ടിട്ട് അപ്പന് പോകാൻ പറ്റില്ല. അവൻ കർത്താവിന്റെ മക്കളാ. മനസ്സിലാകുന്നുണ്ടോ? പുത്രി പുത്രന്മാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്നലെ നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് പുത്രി പുത്രന്മാരോട് സംസാരിക്കുന്നത്. ഞാൻ ദാസന്മാരോടല്ല സംസാരിക്കുന്നത്, അന്യരോടല്ല ഞാൻ പറയുന്നത്, ശത്രുവോടല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ പുത്രന്മാരോടും പുത്രികളോടുമാണ് പ്രവർത്തിക്കുന്നത്. ദാസനല്ല ഞാൻ, ഇനി അന്യനല്ല ഞാൻ, ഇനി ശത്രുവല്ല ഞാൻ, ദൈവപുത്രിയാണല്ലോ. ദാസനല്ല ഞാൻ, ഇനി അന്യനല്ല ഞാൻ, ഇനി ശത്രുവല്ല ഞാൻ, ദൈവപുത്രനാണല്ലോ. ദാസനല്ല ഞാൻ, പാടിക്കേ. ഇനി അന്യനല്ല ഞാൻ, ഇനി ശത്രുവല്ല ഞാൻ. ഇത് നിങ്ങളുടെ അകത്ത് കയറണം. ദാസനല്ല ഞാൻ, ഇനി അന്യനല്ല ഞാൻ, ഇനി ശത്രുവല്ല ഞാൻ, ദൈവപുത്രനാണല്ലോ. ദാസനല്ല ഞാൻ, ഇനി അന്യനല്ല ഞാൻ, ഇനി ശത്രുവല്ല ഞാൻ, ദൈവപുത്രനാണല്ലോ. ദൈവത്തിനോട് പറയും, ചില പുത്രിപുത്രന്മാർ എഴുന്നേൽക്കുക. ചില പുത്രിപുത്രന്മാർ എഴുന്നേൽക്കുക. നിങ്ങൾ ഇനി ദാസന്മാരല്ല, ഇനി നിങ്ങൾ അന്യരല്ല, നിങ്ങൾ ഇനി പരദേശികളല്ല, അപ്പന്റെ സ്വന്തം ഭവനക്കാർ. ആർക്കും നിന്നെ വേണമെങ്കിൽ കർത്താവിന് വേണം. അത്തി ഒരു സിമ്പലാ കേട്ടോ, കാട്ടത്തി ഒരു സിമ്പലാ. എന്തിനെന്നറിയാമോ? വേനലിന്റെ. അത്തിയില തളിർത്താൽ യഹൂദന്മാരുടെ നിയമപ്രകാരം വേനൽ വരാൻ പോകുന്ന അർത്ഥം. കഠിന ക്ഷാമത്തിന് മുമ്പേ ആ കാട്ടത്തിന്മേൽ കയറി ഒരു വെളുപ്പാണ് പറയുന്നത്. കഠിന ക്ഷാമത്തിൽ ചിലർക്കൊക്കെ കത്തും. കഠിന ക്ഷാമത്തിന് മുമ്പേ കാട്ടത്തിന്മേൽ കയറിയ സക്കായി യേശുവിനെ കണ്ടു. പാപിയായിരുന്നു, ചുങ്കക്കാരനായിരുന്നു. യേശു കർത്താവ് പറഞ്ഞില്ല നീ പാപിയാ, നീ ചുങ്കക്കാരനാ, നീ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിക്കുന്നു, ഒന്നും പറഞ്ഞില്ല. അവ ഇറങ്ങി ഉടനെ പറഞ്ഞത് ഞാൻ 4 മടങ്ങ് മടക്കി കൊടുക്കാവേ. ദൈവ സാന്നിധ്യം വെളിപ്പെട്ട ആരോടും പറയണ്ട മാനസാന്തരപ്പെടാ. മാനസാന്തരപ്പെട്ടോളും. മനസ്സിലായോ? ആരോടും പറയേണ്ട, സ്നാനപ്പെടാൻ. സ്നാനപ്പെട്ടോളും. അതാ എന്റെ ഗ്രൂപ്പിലുണ്ടായ റിസൾട്ട്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല സ്നാനപ്പെടാൻ. ആരും ചോദിച്ചു നോക്കണം. ഒരു സ്നാനത്തിന്റെ ക്ലാസ് പോലും ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ നീ നേരായി പരിശുദ്ധാത്മാവിന്റെ ഗൈഡ് അനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ ഹൃദയത്തെ ക്രിയ ചെയ്തോളും. ഇതാ ശരി, ഇതാ ശരി. ഞാൻ ആരോടും ഒരു പേഴ്സണൽ കാര്യങ്ങളും നിർബന്ധിക്കാറില്ല. പറഞ്ഞു കൊടുക്കും, ഇതാ മോളെ ശരി, ഇതാ മോനെ ശരി, ഇതാ സഹോദര ശരി, ഇതാ സഹോദരി ശരി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വഴി നടക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പാടിന് പോകാം. പാപത്തിന്റെ വഴി നിനക്ക് വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ നിത്യജീവന്റെ വഴി പോവാം. ഈ രക്തസ്രാവക്കാരി മരണത്തിന് വേണ്ടി കാത്തിരുന്നു. സക്കായി അപമാനമേറ്റ ഒരു വ്യക്തി. മറ്റുള്ള മുമ്പിൽ ഒരു മാന്യത ഉണ്ടെന്ന് അവന് തോന്നിയാലും മാന്യതയില്ല. അവനൊരു പാപിയാ. അവൻ മരിച്ചെവിടെ പോകും? നരകത്തിൽ പോകും. ആ നരകത്തിൽ നിന്ന് വേർപിടിച്ചു കൊണ്ടുവരാൻ ആ കാട്ടത്തിയുടെ അകത്തിരുന്ന് അപ്പൻ അവനെ കണ്ടത്. മനസ്സിലായോ? അവനെ പിടിച്ച പൊസിഷൻ എന്തെന്നാണ്? പാപിയായിരുന്നു ബ്രദറെ, പാപിയായിരുന്നു. ചുങ്കക്കാരൻ അവനെ കർത്താവ് വിളിച്ചത് എനിക്ക് അത്ഭുതം തോന്നിയത്. ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിൽ രക്ഷ വന്നു. അതാ പറഞ്ഞ പുത്രന്മാരാ നമ്മൾ. പാപം ചെയ്ത് അകന്നു പോയാലും അപ്പ നമ്മളെ മാറ്റി നിർത്തില്ല. നീ വരുമെന്ന് അപ്പനെ അറിയാം. ലോകസ്ഥാപനത്തിലൂടെ കർത്താവ് നിന്നെ കണ്ടു. നീ വരുമെന്ന് അറിയാം. കറുത്ത ചുരിദാറിന്റെ ആ ചേച്ചിയുടെ പേര് പറഞ്ഞു. ബിലിക ചേച്ചിയുടെ വീട്ടിന്റെ അടുത്തുള്ള വീടല്ലേ? അല്ലാതെ ആ സ്കൈ ബ്ലൂ ആ ബ്രദറിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു,
പലവട്ടവും കർത്താവിൽ നിന്ന് അകന്നു പോയതാ. കർത്താവിനോട് പറഞ്ഞത് വല്ലാതെ നടുവേദനയാണ്, നിങ്ങൾ ഭാരപ്പെടുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് കർത്താവ് സൗഖ്യം തരും. ഒരു ജോലിക്ക് പോലും നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല, ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ജീവിത കാര്യങ്ങൾ നേരെ ചെയ്യാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് ആ അസ്ഥി സംബന്ധമായ രോഗത്തെ കർത്താവിന് എടുത്തു കളയും. അതൊരു നുഖമാണ്. പരിശുദ്ധന്മാരോട് പറഞ്ഞു, നിന്റെ കൂട്ടുകാരെല്ലാം നിന്നെ വിട്ടേച്ചു പോയി. നീ ചെയ്യാത്ത കുറ്റം പറഞ്ഞ് വിട്ടേച്ചു പോകുന്നത് എന്തെന്നറിയാമോ? ദൈവരാജ്യത്തിന്റെ അകത്ത് നീ കയറാൻ സമയമായി. ഇനി കൂട്ടുപിടിക്കാൻ പറ്റില്ല. കഴിഞ്ഞ നാളുകളിലൊക്കെ പോയതാ, ഇനി പറ്റില്ല. കരയുന്ന ഒരു ഭാര്യയുടെയും അമ്മയുടെയും കരച്ചിൽ ഞാൻ അവിടെ കാണുന്നു. ഞാനിപ്പോ കൂടുതലും സഹോദരന്മാരെ ദൈവരാജ്യത്തിൽ എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യാതെ തന്നെ സഹോദരന്മാർ ഇതിന്റെ അകത്ത് കയറുക. എന്തുകൊണ്ട്? ആര് പ്രസംഗിക്കുന്നു എന്നല്ല, പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. കർത്താവിന്റെ സന്നിധിയിൽ ആണും പെണ്ണും ഒന്നുമില്ല, യവനനും യഹൂദനും ഒന്നുമില്ല. പരിശുദ്ധാത്മാവിനെ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ കുടുംബം രക്ഷപ്പെടും. മനസ്സിലായോ കുഞ്ഞെ? നീ കർത്താവിന്റെ സ്ത്രീ ചേച്ചിയുടെ അപ്പുറത്തിരിക്കുന്ന ആ കുഞ്ഞിനോട് ദൈവത്തിനാത്മാവ് പറയുന്നു, നീ പരിശുദ്ധാത്മാവിനൊന്നും ഏൽപ്പിച്ചു കൊടുത്താൽ ഇന്ന് നിന്റെ ദാരിദ്ര്യത്തിന്റെ അനുഭവം മാറും. ഇന്ന് നീ അനുഭവിക്കുന്ന സ്ട്രഗിളിങ് മാറും. നിന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ കർത്താവിന് പുതിയ സീസൺ തുറക്കും. നിന്റെ ഫലം നിലനിൽക്കും. ഫലമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ, വളരെയധികം ഫലങ്ങളുണ്ട്, പക്ഷെ നിലനിൽക്കത്തില്ല. ഒരു സീസൺ കഴിയുമ്പോ ദൈവാത്മാവിൽ ചലിക്കുന്ന ഫലങ്ങൾ നിലനിൽക്കും. മനസ്സിലായോ? മനസ്സിലായോ? ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ എടുക്കും. 10 മിനിറ്റിനകം ഞാൻ നിർത്താൻ പോവുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കറക്റ്റ് 1 മണിക്ക് നമ്മൾ നിർത്തും. നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന സമയം 1 മണിയാണ്. കറക്റ്റ് 1 മണിക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാനുള്ള സമയം. എല്ലാവരും ആയിരിക്കുന്നിടത്ത് ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഇന്ന് കേട്ട ദൈവവചനത്തിന് മുമ്പേ ആദ്യം ഒരു വ്യക്തി എന്തിനാ വന്നേ? കർത്താവിനെ തൊടണം. രണ്ടാമത്തെ വ്യക്തി എന്തിനാ വന്നേ? കർത്താവിനെ ഹാലയിൽ ഒന്ന് കാണണം. യെസ്, ദാവീദ് കാട്ടിന്റെ അകത്ത് കിടന്നതാ. കോളിംഗ് ഉള്ളവൻ സമയമാകുമ്പോ പുറത്തു വരും. അവനെ എത്ര പൂട്ടിയാലും ആതിര നീ പുറത്തു വരും. എത്ര പുറത്തു വരില്ല. ഓ ഹൃദയനകത്ത് സുജ, നീ ഇനി പുറത്തു വരത്തില്ല. എത്ര പൂട്ടു ഇട്ടോട്ടെ മക്കളെ, നിങ്ങൾ പുറത്തു വരും. രഹസ്യ സ്വർഗം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സഹോദര, ആ സ്കൈ ബ്ലൂ ആ ഷർട്ടിന്റെ മേലെ സാധാരണമായി തീ കത്തുന്നുണ്ട്. ശരീരം മുഴുവനും വിറയ്ക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? യെസ് യെസ്, തീ കത്തുന്നുണ്ട് നിങ്ങളുടെ അകത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, എവിടെയൊക്കെ പരിശുദ്ധാത്മാവ് നിന്നോട് പ്രവചിക്കുന്നുണ്ട് ആ തീ നിന്റെ മേൽ വെളിപ്പെടും. ചുമ്മാ ഒരു വാക്ക് പറയാനല്ല ഞാൻ വന്നത്. എന്റെ മേലുള്ള നിയോഗം കൈമാറിയിരിക്കാനാണ് ഞാൻ വന്നത്. ആ നിയോഗം ഞാൻ ഇന്ന് വിളമ്പി കഴിഞ്ഞു. കാണാൻ വന്നവരുണ്ട്, തൊടാൻ ആഗ്രഹിച്ച് വന്നവരുണ്ട്. കാട്ടിക്കിടന്ന ഒരു ദാവീദുണ്ട്. വിളിയുള്ളവർ എത്ര അകലെ ആയാലും ശമൂവേൽ പറഞ്ഞ ഒരു കാര്യം, അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിൽ ഇരിക്കത്തില്ല. രഞ്ജു കുടുംബക്കാര് പറയാൻ പോവുക. യെസ്, റിസീവ് ചെയ്തോ. അസാധാരണമായി തീ കുഞ്ഞെ നിന്റെ മേൽ കത്തുക. യെസ്, രഞ്ജു വന്നിട്ടല്ലാതെ ഈ കാര്യം നടക്കത്തില്ല. ഇന്നലെ വരെ നീ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. സീസൺ തിരിയുക കുഞ്ഞെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ദൈവാത്മാവ് എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. എല്ലാവരും ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാം ഒരു സമർപ്പണത്തോട്. സാന്നിധ്യത്തിനായി വിട്ടുകൊടുത്തേ. അപ്പ എന്നോടൊന്ന് സംസാരിക്കണം, എന്നെ ഒന്ന് തൊടണം. ഞാൻ അപ്പനിൽ നിന്ന് വലിയവ പ്രാപിച്ചിട്ട് ഇന്ന് പോകൂ. അത് മുട്ടോളം അല്ല, അരയോളം പോരാ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്തൊരു തീ. യെസ്, ചിലതിന്റെ വരെ വണ്ടർഫുൾ പ്രസൻസ്. ഓ വണ്ടർഫുൾ. ചിലതിനെ തൊടുന്നുണ്ട്. ആത്മമണ്ഡലത്തിന്റെ അകത്ത് തീ പിടിക്കുന്ന ചിലർ ഇതിന്റെ അകത്തുണ്ട്. ഒരു ഓർഗന്റെ സഹായം വേണ്ട, ദൈവസാന്നിധ്യം നിന്നെ തൊടുന്നുണ്ട്. സുധേശി കർത്താവ് നിന്നെ തൊടുന്നുണ്ട്. നിന്റെ ആരാധന ജീവിതത്തെ കർത്താവ് മടക്കി തരാൻ പോവാ. സുധാ സന്തോഷ്, നീ മടങ്ങി വാ ദൈവരാജ്യത്തിലേക്ക്. കർത്താവ് നിന്നെ തൊടുക. അസാധാരണമായി തീ കത്തുന്നുണ്ട് നിന്റെ മേൽ. നിന്റെ മുഖങ്ങളെ കർത്താവ് അഴിക്കുക. യെസ്, പൈശാചിക മണ്ഡലങ്ങളെ അഴിച്ചുവിടുന്നു. ചിലതിന്റെ മേലെ അത് കത്തുന്നുണ്ട്. ചിലതിന്റെ മേലെ ആഗ്രഹിച്ച് കാണാമെന്ന ആ വ്രതന്റെ മേലെ തീ കത്തുന്നുണ്ട്. നിൽക്കാൻ പറ്റുന്ന ഒരു തീ. ആത്മാമണ്ഡലം തിരിയട്ടെ. ഇവരുടെ സാഹചര്യങ്ങൾ മാറട്ടെ. ഓ യെസ് 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 യെസ്. ഇവിടെ ആരും നിങ്ങളെ നിയന്ത്രിക്കാനില്ല.
പ്രാവശ്യം ആശംസിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാരത്തിന്റെ വ്യക്തികളും അഴിഞ്ഞു പോകുന്നു. അവരുടെ എല്ലാ പേരുകളും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് കാലം കൂടെ ഞങ്ങൾ ദൈവസ്ഥയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം ഒരവസരം ഒരുക്കിയതിനായി സ്തോത്രം. കടന്നു വന്ന എല്ലാ മക്കളെയും നീ തൊട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഇപ്പോൾ അനുഗ്രഹിച്ചയക്കുന്നു. അവർ ഭവനത്തിലേക്ക് കാൽവയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് മുൻപായി കർത്താവ് ഭവനത്തിനകത്ത് പ്രവേശിക്കട്ടെ. അവരുടെ ഭവനം അനുഗ്രഹിക്കപ്പെട്ട് ജോലി ഇടങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ട് അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ദൈവ സാന്നിധ്യം നിറയ്ക്കണമേ. സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥന കണ്ടതിനായി സ്വന്തം ഞങ്ങൾ ഇനി പൊടി വരുമ്പരി യേശുവിൻ രക്തത്തിൻ്റെ മറവിൽ ഞങ്ങൾ നിറയ്ക്കണമേ. സ്വർഗ്ഗം പ്രാർത്ഥന കണ്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിന് പിതാവേ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ ഉണ്ടായി നാമയോടും ഇന്ന് വരേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ
അറിയിക്കുന്നു. ഈ പ്രകൃതി നമുക്ക് ഒട്ടും അനുകൂല, ഇത്തിരി പേര് വരേണ്ടതായിരുന്നു. പ്രകൃതി ഒട്ടും അനുകൂലമായിരുന്നു. നിങ്ങൾ കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി പ്രതീക്ഷിക്കുന്നു. മറന്നു പോകരുത്. നമ്മുടെ ഈ പകരം നയിക്കുന്ന ഗൂഗിൾ മീറ്റിങ്ങിൻ്റെ വാർഷികം ഇവരുടെ ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിക്ക് പാട്ട് ആരംഭിക്കും. അതുകൊണ്ട് എല്ലാ പ്രവർത്തകരും എല്ലാ പ്രിയപ്പെട്ടവരും നേരത്തെ തന്നെ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവരിക. അന്ന് ആൻഡ്രൂസ് ജോർജ് എന്ന കർത്താവിൻ്റെ ദാസനായിരിക്കും ദൈവവചനം സംസാരിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ 8:30 മണിക്ക് ചൊവ്വാഴ്ച രാവിലെ 8:30 മണിക്ക് ഇവിടെ ക്ലാസ് ഉണ്ട്. 9 മണി വരെ ഉള്ളൂ. അതുകൊണ്ട് അരമണിക്കുള്ള ക്ലാസ് അതിന് മുമ്പ് എല്ലാവരും എത്തിച്ചേരണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. തിരുവത്താഴ ശുശ്രൂഷ പങ്കെടുക്കേണ്ടവർ 12 മണിക്ക് ഹാളിലെത്തിയാൽ നിങ്ങൾക്ക് തിരുവത്താഴ ശുശ്രൂഷ പ്രാപിക്കാൻ കഴിയും. ദൈവം അങ്ങനെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് വേണ്ടി വിവിധ പ്രാർത്ഥിക്കും. പിന്നെ തുടർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്ക് ആവശ്യം മുൻപോട്ട് വന്നാൽ നമുക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.